ഹായ് ഹലോ പനക്കത്തിയാന്നേ എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ആബുക്കുട്ടൻ്റെ മുടി വെട്ടാൻ വേണ്ടി പോവുകയാണ്. ആബുക്കുട്ടൻ്റെ ഒന്നും അറിയാത്ത രീതിയിൽ ഇരിക്കെ. ഇനി അവിടെ ചെന്നിട്ട് എന്താകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പൊ ഞാനും അപ്പായും ആബുക്കുട്ടനും കൂടെയാണ് പോയത്. ആബുക്കുട്ടൻ ഇവിടെ എന്തിനാ വന്നതെന്ന് പോലും അറിയില്ല. ആബുക്കുട്ടനാണെങ്കിൽ ചുറ്റും നോക്കുക ഇവിടെ എന്താ സംഭവം. ആബുക്കുട്ടനെ കാണിക്കാൻ വേണ്ടി കുറച്ച് കോമിക്കൊക്കെ ഞാൻ കാണിച്ചപ്പോൾ ആബുക്കുട്ടൻ തിരിച്ച് എന്നോട് കോമിക്കൊക്കെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ദേ നമ്മുടെ ആബുക്കുട്ടൻ്റെ മുടി വെട്ടുക. അപ്പൊ ആബുക്കുട്ടനാണെങ്കിൽ ട്രിമ്മർ വെച്ച് വെട്ടാനാണെങ്കിൽ മര്യാദക്ക് നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. കത്രിക ഉപയോഗിച്ച് വെട്ടാൻ വേണ്ടി വന്നിട്ട് ആബുക്കുട്ടൻ ആ പരിസരത്ത് പോലും അടുപ്പിച്ചില്ല. പിന്നെ വീണ്ടും ട്രിമ്മർ വെച്ച് തന്നെ വെട്ടേണ്ടി വന്നു. അങ്ങനെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ആബുക്കുട്ടന്റെ ലുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആബുക്കുട്ടനെ കാണാൻ? ഭംഗിയായിട്ടുണ്ടോ? ആബുക്കുട്ടന് ഈ ലുക്ക് ചേരുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ഇടണേ. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നുള്ളതാണ് എന്റെ അവസ്ഥ. ഒന്ന് തീർന്നപ്പോ ദേ അടുത്തതും. അപ്പൊ അതൊക്കെ ഒരു സൈഡിലൂടെ പോകും. നമ്മൾ എന്താ ചെയ്യുക? നെവർ മൈൻഡ്. അപ്പൊ ദേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുപ്പി വാങ്ങിയില്ലായിരുന്നു. അതിന് ചെറുതായിട്ട് ലീക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളത് മാറാൻ വേണ്ടി വന്നൊക്കെ. അപ്പൊ ആബുക്കുട്ടനായിട്ടാ വന്നത്. ആബുക്കുട്ടൻ ദേ അവിടെ വന്ന പാടെ ദേ ഓരോന്നൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആബുക്കുട്ടനെയാണെങ്കിൽ ഈ ഒരു ബൈക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൻ അതിന്മേന്ന് മാറുന്നത് പോലും ഇല്ലായിരുന്നു. കുപ്പി നമ്മൾ ഉദ്ദേശിച്ചത് കിട്ടിയില്ല. പിന്നെ ഒരു ചെരുപ്പ് വാങ്ങി അവിടെ നിന്ന് പോന്നു. അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.